അങ്ങനെ ശ്രീനഗറിൽ നിന്നും സോജില പാസ് വഴി ദ്രാസ് വഴി കാർഗിൽ വാർ മെമ്മോറിയലൊക്കെ കണ്ട് ലഡാക്കിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ്. 17-18 നൂറ്റാണ്ടുകളിൽ ഈ റോഡ് കുതിരകൾക്ക് പോലും കടന്നു പോകാൻ സാധിക്കാത്ത ഒരു നടപ്പാത മാത്രമായിരുന്നു. ഝാർഖണ്ഡിൽ നിന്നും ടിബറ്റിൽ നിന്നുമൊക്കെയുള്ള ചുമട്ട് തൊഴിലാളികൾ കാശ്മീർ ഷാൾ വ്യവസായത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ പാത ഉപയോഗിച്ചിരുന്നു അത്ര. 19-ാം നൂറ്റാണ്ടിൽ സോറാവാർ സിംഗ് ലഡാക്ക് പിടിച്ചടക്കിയതിനു ശേഷം ഈ പാത കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ മഹാരാജാവായിരുന്ന രൺബീർ സിംഗ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് ഈ റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കരാർ ഒപ്പുവെക്കുകയുണ്ടായി. അത് അങ്ങനെ ഈ റോഡിന് ട്രീറ്റി റോഡ് എന്നൊരു പേര് കൂടി വന്നു. 1950കളിൽ ചൈനയിലെ സിൻജിയാങ്ങിൽ നിന്ന് പടിഞ്ഞാറൻ ടിബറ്റിലേക്ക് 1200 കിലോമീറ്റർ നീളത്തിൽ ചൈന രഹസ്യമായിട്ടൊരു സൈനിക റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഈ റോഡ് ചൈനയ്ക്ക് വളരെയധികം ഉപകാരമായി. സൈനികരെയും യുദ്ധസാമഗ്രികളെയുമൊക്കെ യുദ്ധമുഖത്തേക്ക് എത്തിക്കുന്നതിൽ ഈ റോഡ് ചൈനയ്ക്ക് വലിയ മുൻതൂക്കമാണ് നൽകിയത്. ഇത് ഇന്ത്യൻ സൈന്യത്തിന് സ്വന്തം സൈനികരെ എത്തിക്കുന്നതിന് ഒരു റോഡ് നിർമ്മിക്കാൻ പ്രചോദനമായി. അങ്ങനെ 1962 ശ്രീനഗറിൽ നിന്നും കാർഗിൽ വരെ ഇന്ത്യ ഒരു റോഡ് നിർമ്മിച്ചു. ഭൂമിശാസ്ത്രപരമായി വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഇവിടുത്തെ റോഡ് നിർമ്മാണം. 1974 മാത്രമാണ് സിവിലിയൻ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ നീക്കിയത്. 1999 പാകിസ്ഥാൻ്റെ കാർഗിൽ അധിനിവേശത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ വിജയിൽ ഈ ഒരു യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് ഈ റോഡ് വളരെയധികം മുൻതൂക്കം നൽകുകയാണ് ഉണ്ടായത്. ഭയങ്കര കാറ്റാണ് ഇവിടെ, കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. വെയിലുണ്ടെങ്കിലും കാറ്റ് നല്ല തണുത്ത. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കാർഗിലിനും ലേക്കും ഇടയിലുള്ള നമിക്കല എന്ന ചുരത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഞങ്ങളുള്ളത്. 12,198 അടിയാണ് ഇവിടുത്തെ ഉയരം. വെറും തണുപ്പാണ്, കാറ്റ് തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്ത് നിൽക്കാൻ കഴിയണില്ല. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ശ്രീനഗർ ലേ ഹൈവേയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ ഫോത്തുല പാസ് എന്ന ചുരത്തിലാണ്. 13,479 അടി ഉയരമാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ഇവിടുത്തെ ചുറ്റുപാടൊന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് ഇവിടെ ഞങ്ങൾ റൂമിൽ നിന്ന് കാണുമ്പോൾ തൊട്ടടുത്ത് തന്നെ മലയാണ്, ഒരു 100 മീറ്റർ അപ്പുറത്ത് തന്നെ മലയാണ്. നിരവധി മലകൾ, ആ മലകളുടെ ഇടയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ചുറ്റും മലയാണ്. 12 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം രാത്രി 9 മണിയോടുകൂടി ഞങ്ങൾ ലഡാക്കിലെത്തി. നല്ല വിശപ്പുണ്ട്. രുചികരമായ കേരളീയ ഭക്ഷണം തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കഴിച്ചതിന് ശേഷം മിനിമം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ഉറങ്ങിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് ലഭിച്ചത്. കൂടാതെ 3 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ കുളിക്കാവൂ എന്നൊരു നിർദ്ദേശവും കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതലാണ് ഞങ്ങൾ ലഡാക്കിലെ കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നത്. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ പോകുന്നത് ലേ പാലസിലേക്കാണ്. ആ കാണുന്നതാണ് ലേ പാലസ്. ലഡാക്കിലെ ലേ നഗരത്തിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1600കളിൽ സെങ്കെ നംഗ്യാൽ എന്ന രാജാവാണ് ഈ പാലസ് പണി കഴിപ്പിച്ചത്. നംഗ്യാൽ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വാസസ്ഥലം കൂടെയായിരുന്നു ഈ ലേ പാലസ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഡോഗ്ര സൈന്യം ലഡാക്ക് ആക്രമിച്ചതോടെ ഈ രാജകുടുംബം ഈ കൊട്ടാരം ഉപേക്ഷിച്ചു പോവുകയാണ് ഉണ്ടായത്. മണ്ണും കല്ലും മരത്തടിയും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൊട്ടാരത്തിന് 9 നിലകളാണുള്ളത്.
മുകളിലത്തെ നിലകളിലാണ് രാജകുടുംബം താമസത്തിന് ഉപയോഗിച്ചിരുന്നത്. ലേ പാലസിലെ 9ാമത്തെ നിലയിലുള്ളത്. ഇവിടുന്ന് ലേ ടൗണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരിത് കിട്ടും. നമുക്ക് നല്ല ശ്വാസതടസ്സമുണ്ട്, ഓക്സിജൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. രാവിലെ ഡയമോക്സ് കഴിച്ചിറങ്ങിയതാണ്. മലനിരകളാണ് കാണുന്നത്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഫോട്ടോ മാത്രം എടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ മുകളിൽ നിന്ന് ലേ ടൗണിൻ്റെ കാഴ്ചകൾ പകർത്താൻ പറ്റും. ഇവിടുന്ന് സിന്ധു നദി കാണാൻ പറ്റുമെന്നാണ് അവിടെ താഴെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ സിന്ധു നദിനോട് നോക്കിയിട്ടൊന്നും കാണില്ല. ഈ ഭാഗത്തെങ്ങാനുണ്ടോയെന്നറിയില്ല, സൂം ചെയ്തിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മഞ്ഞ് മലകൾ കാണാൻ പറ്റും. മഞ്ഞ് മലകൾ, മലകളുടെ ഇടയിലാണ് ഇത് കിട്ടുന്നത്. അപ്പുറത്ത് മഞ്ഞുമല. കൊട്ടാരത്തിനകത്തുള്ള മ്യൂസിയത്തിൽ 450 വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്ങുകളും ആഭരണങ്ങളും വസ്ത്രങ്ങളും കിരീടങ്ങളുമെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കൊട്ടാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്.